സമ്മ് രണ്ടാമത്തെ പ്രൊഡക്റ്റ് S1/4 P-1 പോളിനോമിയൽ കണ്ടുപിടിക്കുക. ആ പോളിനോമിയലിൻ്റെ ഒരു ഫോർമുല ഉണ്ട്. K ഈക്വൽസ് പോളിനോമിയൽ K ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് പി. ഇതാണ് പോളിനോമിയൽ. എസ് സമ്മ്, പി പ്രൊഡക്റ്റ്. അപ്പോൾ മൈനസ് ആയിരിക്കും സമ്മിൻ്റെ മൈനസ്. അപ്പോൾ K ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 1/4x മൈനസ് 1. അപ്പോൾ ഇതിനെ മൊത്തം മാറ്റുക, ഈ 4 ഡിനോമിനേറ്ററിൽ മാറ്റുക. അപ്പോൾ 4x² മൈനസ് എക്സ് മൈനസ് 1 മൈനസ് 4/4. ഓക്കെ, 4x², 4 കൊണ്ട് വിളിച്ചപ്പോൾ 4x². ഇവിടെ 4 കൊണ്ട് വിളിക്കുമ്പോൾ 1/4 ആയതുകൊണ്ട് 4 പോകും, മൈനസ് എക്സ്. ഇവിടെ 4 കൊണ്ട് വിളിച്ചാൽ 4. ഇനി ലെറ്റ് K ഈസ് ഈക്വൽ ടു 4. K 4 ആണെന്ന് നോക്കൂ. അപ്പോൾ 4 ഇൻറ്റു 4x² മൈനസ് എക്സ് മൈനസ് 4 ഡിവൈഡ് ബൈ 4. 4ഉം 4ഉം പോവും. പോളിനോമിയൽ 4x² മൈനസ് എക്സ് മൈനസ് 4. ഇതാണ് പോളിനോമിയൽ. അപ്പോൾ സമ്മും പ്രോഡക്റ്റും തന്നാണ്. ഇനി അടുത്തത് സമ്മ് √2 പ്രോഡക്റ്റ് 1/3 K ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് √2x പ്ലസ് 1/3. 3 കൊണ്ടല്ലാതെ ഗുണിക്കുക. K ഇൻറ്റു 3x² മൈനസ് √2x പ്ലസ് 1 ഓൾ ഡിവൈഡ് ബൈ 3. ഇവിടെ 3√x, 3x² മൈനസ് 3√2x plus 1/3. Let K is equal to 3. For 3 into 3x² minus 3√2x plus 1 divided by 3. 3 പോയി. അപ്പോൾ 3x² minus 3√2x plus 1. ഇതാണ് പോളിനോമിയൽ. ഇനി അടുത്തത് 1 സം 1 പ്രോഡക്റ്റ് 1 K ഇൻറ്റു x² മൈനസ് എക്സ് പ്ലസ് 1. കോഎഫിഷ്യന്റ് 1 തന്നെ, മൈനസ് ഓഫ് 1x. ഇനി K ഇൻറ്റു ലെറ്റ് K ഈസ് ഈക്വൽ ടു 1. അപ്പോൾ x² മൈനസ് എക്സ് പ്ലസ് 1. ഇനി മൈനസ് 1/4 മൈനസ് 1/4 1/4. സം മൈനസ് 1/4 പ്രോഡക്റ്റ് 1/4. അപ്പോൾ K ഇൻറ്റു x² പ്ലസ് 1/4x. ഇത് മൈനസ് ആയിട്ട് പ്ലസ് 1/4. അപ്പോൾ ലെറ്റ് K ഈസ് ഈക്വൽ ടു 4. ഇപ്പോൾ ഡിനോമിനേറ്റർ വരുന്നത് K ആക്കുക. അപ്പോൾ 4 ഇൻറ്റു 4x² പ്ലസ് 1 പ്ലസ് എക്സ് പ്ലസ് 1 ബൈ 4. ഈ 4ഉം 4ഉം പോയി. 4x² plus x plus 1.
ഇനി അടുത്ത ഹോംവർക്ക് എടുത്തില്ല. 4 1 സം ഫോർ പ്രോഡക്റ്റ് 1 ഹോംവർക്ക് ഓർമ്മ സം 3/4 പ്രോഡക്റ്റ് 2 ഇത് രണ്ടും തമ്മിൽ next linear equations in two variables. Linear equations രണ്ട് വേരിയബിളിലെ ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യുകയാണ്. ലീനിയർ ഇക്വേഷൻസ് ഇൻ ടു വേരിയബിൾസ്. അപ്പോൾ 3x square 3x plus y is equal to 5. ഇത് രണ്ട് വേരിയബിൾസ് ഉള്ള ഇക്വേഷൻ. ഇനി ഒരു വേരിയബിൾ ഉള്ള ഇക്വേഷൻ എന്ന് എഴുതുക. 2x minus 6 is equal to 0. ഇതൊരു വേരിയബിൾ ഉണ്ട്. അപ്പോൾ എക്സിന് ഒരു ഒറ്റ വാല്യൂ ഉണ്ടാവും. ആ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എളുപ്പം. 2x is equal to 6, x is equal to 6/2 3. പക്ഷേ ഇവിടെ എക്സിന് ഏത് വില കൊടുത്താലും വൈക്ക് വില കിട്ടും. അപ്പോൾ ഒരു ഇക്വേഷൻ മാത്രം തന്നാൽ എക്സിനും വൈക്ക് ഒരു വില കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ എക്സ് 1 ആണെങ്കിൽ വൈ എത്ര വരും? 3 × 1 3 പ്ലസ് y is equal to 5. അപ്പോൾ y 2 വരും. എക്സ് 1 ആണെങ്കിൽ y 2. എക്സ് 2 ആണെങ്കിൽ 3 × 2 6 6 plus y is equal to 5. അപ്പോൾ y x 1 ആണെങ്കിൽ y 2 x 2 ആണെങ്കിൽ y -1. അപ്പോൾ ഇഷ്ടം പോലെ വേരിയബിൾസ്. അപ്പോൾ നമുക്ക് ഒരൊറ്റ ഒരു വേരിയബിൾ തന്നെ വേണമെങ്കിൽ ഇതിന് രണ്ട് ഇക്വേഷൻ ഒരേ സമയം വേണം. 3x plus y is equal to 5. 2x plus 3y equals 8. 2x plus 3y is equal to 8. രണ്ടെണ്ണം തന്നു കഴിഞ്ഞാൽ എക്സിൻ്റെ വൈൻ്റെ വില കണ്ടുപിടിക്കാം. ഒരെണ്ണം നന്നായി പല വില ഉണ്ടാവും. ഈ രണ്ടെണ്ണത്തിന് സാറ്റിസ്ഫൈ ആവുന്ന ഈ രണ്ട് ഇക്വേഷനിൽ റെഡി ആവുന്ന വിധത്തിൽ ഒരേ ഒരു വില എക്സിന് വൈ ഉണ്ടാവും. അപ്പോൾ എക്സ് 1ഉം y 2 ആണെങ്കിൽ മാത്രമേ ഇത് രണ്ടും ശരിയാവും. 3 3 3 2 5 2 1 6 2. അപ്പോൾ രണ്ടിനും ഒരേപോലെ വരും, ഇന്നലെ ഒരേ വാല്യൂ വരും. ഇനി ഇത് ഇങ്ങനെ രണ്ട് ഇക്വേഷൻ വന്നാൽ ഇത് സോൾവ് ചെയ്യണം കഴിഞ്ഞാൽ എക്സിൻ്റെയും വൈൻ്റെയും വില കണ്ടുപിടിക്കാം. അതിന് രണ്ട് രീതിയുണ്ട്. ഒന്ന് ഗ്രാഫിക്കൽ മെത്തേഡ്, രണ്ട് ഓൾജിബ്രിക് മെത്തേഡ്. ഒന്ന് ഗ്രാഫ് 3x plus y ലീനിയർ ഇക്വേഷനാണ്. അതിൻ്റെ ഗ്രാഫ് ഒരു ലൈനായിരിക്കും, ഒരു ഗ്രാഫ് വരയ്ക്കുക. 2x plus 3y വേറെ ഗ്രാഫ് വരയ്ക്കുക. ആദ്യത്തെ ഗ്രാഫും രണ്ടാമത്തെ ഗ്രാഫും ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്താൽ ആ പോയിന്റിലെ എക്സും വൈയും ആണ് എക്സിൻ്റെയും വൈൻ്റെയും വില. അപ്പോൾ എക്സ് കോർഡിനേറ്റിലും വൈ കോർഡിനേറ്റ് എടുത്താൽ അപ്പോൾ 3x plus yയുടെ ഗ്രാഫ് വരയ്ക്കാൻ വന്ന എക്സിനൊരു വില കൊടുക്കുക, അതിനനുസരിച്ച് വില വൈക്ക് കിട്ടും. ആ വില വെച്ചിട്ട് രണ്ട് പോയിന്റ് കണ്ടുപിടിച്ചാൽ ഈ ലൈൻ വരയ്ക്കാം. ഈ വില എക്സിനും വൈക്കും കൊടുത്ത് രണ്ട് പോയിന്റ് കണ്ടുപിടിച്ചാൽ രണ്ടാമത്തെ ലൈൻ കിട്ടും. ആ രണ്ട് ലൈനുകളെ കോയിൻസൈഡ് ചെയ്യണം, ഇന്റർസെക്ട് ചെയ്യണം. ഇത് തന്നെ നമുക്ക് എടുക്കാം. 3x plus y is equal to 5. 2x plus
3y is equal to 8. ഇത് വെച്ച് രണ്ട് ഗ്രാഫ് വരും, രണ്ട് ലൈൻ ഗ്രാഫ്. അപ്പോൾ ഇവിടെ ഒരു ഗ്രാഫ് വരച്ചൊന്നും എഴുതാം. ഇത് 0. ഇവിടെ കുറേ പോയിന്റുകളുണ്ട്. One, 2, 3, 4, 5, 6, 7, 8. One, 2, 3, 4, 5, 6, 7, 8. -1, -2, -3, -4, -5, -6, -7, -8. -1, -2, -3, -4, -5, -6, -7, -8. ഇത് 1, 2, 3, 4, 5, 6, 7, 8 പോസിറ്റീവ്. മുകളിലോട്ടും പോസിറ്റീവ്. 1, 2, 3, 4, 5, 6, 7, 8. ഇത് -1, -2, -3, -4, -5, -6, -7, -7. -6, -7, -8. -1, -2, -3, -4, -5, -6, -7, -8. ഇപ്പോൾ ഇതിൻ്റെ അടുത്തെങ്കിൽ വൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. y ഈക്വൽസ് 5 - 3x. രണ്ട് പോയിന്റ് എന്താണ്? x, y. x 0 ആയാൽ y 3 × 0 0, 5 - 0 5. x 2 ആയാൽ y -1. രണ്ടാമത്തെ 3y ഈക്വൽസ് 8 - 2x. അപ്പോൾ y 8 - 2x by 3. അതിന് രണ്ട് പോയിന്റ് x, y. x 0 ആയാൽ x x 4 ആവുമെന്ന് എഴുതുക. 2 × 4 8. 8 - 8 0. 0 by 3 0. അപ്പോൾ ഒരെണ്ണം 4 0. Four 0. Eight 1 ആണെന്ന് എഴുതുക. x 1 ആണെന്ന് എഴുതുക. 2 × 1 2. 8 - 2 6. 6 by 3 2. 4 0 1 2.
0, 5. 0, 5 ഇവിടെ വരും. 2 minus 1. 2 minus 1 ഇവിടെ വരും. അപ്പോൾ ഇത് രണ്ട് യോജിപ്പിക്കേണ്ടൊരു ഗ്രാഫായിരിക്കും. ഇതാണ് ഇതിൻ്റെ ഗ്രാഫ്. ഇനി 4, 0 രണ്ടാമത്തെ ഗ്രാഫ്. 4, 0 4, 0 ഇവിടെ 1, 2 1, 2 4, 0 1, 2. രണ്ട് ലൈനുകളെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റാണ് 1, 2. അതാണ് അതിൻ്റെ സൊല്യൂഷൻ. x1 y2 3, 3 2 5 2 2 3 6 2. അപ്പോൾ ഇതിന് ഒരു സൊല്യൂഷൻ ഉണ്ടാവും. ഇതാണ് ഗ്രാഫിക്കൽ സൊല്യൂഷൻ. രണ്ട് ലൈൻ വെച്ച് ഇന്റർസെക്ട് ചെയ്യാം. ഇനി ഇങ്ങനെ വരുന്ന ഗ്രാഫിന് സൊല്യൂഷൻ ഉണ്ടെങ്കിലാണ് ഇത് ഇന്റർസെക്ട് ചെയ്യുള്ളൂ. എപ്പോഴും ഇന്റർസെക്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ എക്സാമ്പിളായിട്ട് (3x minus 2) equals 6x minus 4 equals 40. 3x minus 2y is equal to 7. Three x minus 2y equals 0. 6x minus 4y equals 0. ഇതിന്റെ ഗ്രാഫ് വരയ്ക്കാൻ എഴുതുക. So 1, 2, 3, 4, 5, 6, 7. 1, 2, 3, 4, 5, 6, 7. Minus 1, minus 2, minus 3, minus 4, minus 5, minus 6, minus 7, minus 8. Minus 1, minus 2, minus 3, minus 4, minus 5, minus 6, minus 7, minus 8. ഒന്നാമത്തെ
minus 2y 0 minus 3x y minus 2y equals 0 minus 3x y is equal to minus 3 minus 3x by minus 2 എന്ന് പറഞ്ഞാൽ 3/2x y 3/2x വായിക്കാം. x 0 ആയാൽ y is equal to 3/2x. x 0 ആയാൽ y 0. അപ്പോൾ ഒന്നും ഇടാം 0 0. x 2 ആയാൽ y 3/2 into 2 3. x 2 ആയാൽ y 3. അപ്പോൾ ഇതായിരിക്കും ഗ്രാഫ്. ഇനി അടുത്തത് minus 4y 0 minus 6x y minus 6x by minus 4 6/4x equals 3/2x. നേരത്തെ അതേ ഇക്വേഷൻ അതിനകത്ത് ഏത് പോയിന്റ് കണ്ടാലും ഇതിൽ തന്നെ കാണും. കാരണം ഇക്വേഷൻ ഒന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാവില്ല, ഇൻഫിനിറ്റ് സൊല്യൂഷൻ. ഇതിലെ ഓരോ പോയിന്റും ഈ രണ്ട് ലൈനും കോയിൻസൈഡ് ചെയ്ത് പോകുക. ശരിക്കും പറഞ്ഞാൽ രണ്ട് ലൈനും ഒരു ലൈൻ തന്നെയാണ്. ഒരു ലൈനിൽ രണ്ട് പോളിനോമിയലാവും, ഒരു ലൈനിനെ സൂചിപ്പിച്ച് രണ്ട് പോളിനോമിയലാണ്. അപ്പോൾ സൊല്യൂഷൻ കിട്ടില്ല. ഇനി സൊല്യൂഷൻ കിട്ടാത്ത വേറൊരു സാഹചര്യമുണ്ട്. x plus 2y is equal to 4. 2x plus 4y equals 12. ഇങ്ങനെ എന്താണ് കിട്ടാൻ കഴിയുക? ആദ്യം ഒന്നാമത്തെ 2y is equal to 4 minus x y 4 minus x by 2. അപ്പോൾ രണ്ട് പോയിന്റ് x 0 ആയാൽ y 2, x 2 ആയാൽ y 1. അപ്പോൾ 0 to 2 1 2 0 to അല്ല 0 to 2 1. ഇങ്ങനെ പോകും. ഈ രണ്ടാമത്തെ 4y equals 12 minus 2x. y is equal to 12 minus 2x by 4. ചെറുതാക്കിയാൽ 6 minus x by 2. ഇതിനൊക്കെ പകുതി 6 minus x by 2. രണ്ടുകൊണ്ട് 6 1 2. അപ്പോൾ x 0 ആയാൽ y 3, x 2 ആയാൽ y 2. 0 3 2 2 0 3 0 3 2 2.
നമുക്ക് കിട്ടുന്ന രണ്ട് ലൈനും പാരലൽ ലൈൻസ്. പാരലൽ ലൈൻസ് ഇന്റർസെക്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഇതിന് സൊല്യൂഷൻ ഇല്ല. ഒന്നാമത് രണ്ടും കൂടെ ഒരു പോയിന്റ് ഇന്റർസെക്റ്റ് ചെയ്താൽ ഒരു സൊല്യൂഷൻ ഉണ്ടാവും. രണ്ടിനും ഒരേ ലൈൻ തന്നെ കോയിൻസൈഡ് ചെയ്യുകയാണെങ്കിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആയിരിക്കും. ഇത് പാരലലായി കിട്ടിയാൽ അതിന് സൊല്യൂഷൻ ഇല്ല, നോ സൊല്യൂഷൻ, 0 ആയിരിക്കും സൊല്യൂഷൻ. അപ്പൊ ഈ 3 വിധത്തില് പോളിനോമിയൽ ഉണ്ടാവും, 2 വേരിയബിൾസ്. അപ്പോൾ ഗ്രാഫ് വരച്ചാൽ ഒരേ പോയിന്റ് ഇന്റർസെക്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആൻസർ കിട്ടുള്ളൂ. മൊത്തം കോയിൻസൈഡ് ചെയ്യാൻ ആൻസർ ഉണ്ടാവില്ല. മൊത്തം രണ്ട് പാരലലായിട്ട് പോയാലും ആൻസർ ഉണ്ടാവില്ല. ഇനി എക്സസൈസ് കൊടുത്തിട്ടുണ്ട്, ഗ്രാഫ് വരച്ച് ഇതേപോലെ കണ്ടുപിടിക്കും. അപ്പോൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇന്റർസെക്റ്റ് ചെയ്താൽ മാത്രമേ അത് കൺസിസ്റ്റൻ്റ് ആവുള്ളൂ, എന്നാൽ മാത്രമേ കൃത്യമായിട്ട് അതൊന്നും ഉണ്ടാവുള്ളൂ. അപ്പോൾ പേജ് 46 46 പെയർ ഓഫ് ലൈൻസ് കമ്പയർ ദ റേഷ്യോ. അപ്പോൾ നമ്മളിവിടെ നോക്കണം എങ്ങനെയാണ്. a1x plus b1y equals 0 ഒന്നാമത്തെ ഇക്വേഷൻ. a2x plus b2y is equal to c1 by c2. c1 by അല്ലെങ്കിൽ ഇങ്ങനെയാണ്. a1x plus b1y plus c1 is equal to 0. a2x plus b2y plus c2 is equal to 0. ഇത് രണ്ട് ഇക്വേഷൻസ് ആണ് എഴുതുക. a1 by a2 not equals b1 by b2. a1 by a2 ഇത് തമ്മിലുള്ള റേഷ്യോ ഈ റേഷ്യോ ഈക്വൽ അല്ലെങ്കിൽ ഇന്റർസെക്റ്റ് ചെയ്യും, ഒരു സൊല്യൂഷൻ ഉണ്ടാവും. ഇനി a1 by a2 equals b1 by b2 equals c1 by c2. a1 by a2 b1 by b2 c1 by c2 ഇത് മൂന്ന് ഈക്വൽ ആണെങ്കിൽ ഇൻഫിനിറ്റ് ആയിരിക്കും, ഇന്റർസെക്റ്റ് ചെയ്യില്ല, ഇൻഫിനിറ്റ് ആവും. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ രണ്ടും കോയിൻസൈഡ് ചെയ്ത ലൈനിൽ. ഇനി a1 by a2 ഈക്വൽസ് b1 by b2 നോട്ട് ഈക്വൽ ടു c1 by c2. എക്സിന്റെ കോഎഫിഷ്യൻസും വൈന്റെ കോഎഫിഷ്യൻസും തമ്മിലുള്ള റേഷ്യോ ഈക്വൽ അല്ലെങ്കിൽ നമുക്ക് ഇതിനെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. മൂന്നും ഈക്വൽ ആയ ഇൻഫിനിറ്റ് ആയിരിക്കും. ആദ്യത്തെ എക്സിന്റെ വൈന്റെ കോഎഫിഷ്യന്റ് ഈക്വലും കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് വ്യത്യസ്തമായി കഴിഞ്ഞാൽ പാരലൽ ലൈൻസ് ആയിരിക്കും. പറഞ്ഞാൽ നോ സൊല്യൂഷൻ, നോ സൊല്യൂഷൻ, പാരലൽ ലൈൻ. ഇതാണ് ഇന്റർസെക്റ്റ് ലൈൻ കിട്ടും, ഇത് കോയിൻസൈഡ് ചെയ്യും, ഇത് പാരലൽ ചെയ്യും. അപ്പോൾ ഇത് മൂന്നും വെച്ചിട്ടാണ് നമ്മൾ സൊല്യൂഷൻ കാണുന്നത്. അപ്പോൾ ഇവിടെ കുറേ എക്സസൈസ് കൊടുത്തിട്ടുണ്ട്, പേജ് 32. അത് അതിൻ്റെ ഇക്വേഷൻ നിർമ്മിച്ചിട്ട് നിങ്ങൾ ഗ്രാഫ് വരച്ച് നോക്കുക. ഇനി അടുത്ത സൊല്യൂഷനാണ് ഓൾജിബ്രിക് സൊല്യൂഷൻ. ഗ്രാഫിക്കൽ സൊല്യൂഷൻ പോലെയുള്ളതാണ് ഓൾജിബ്രിക് സൊല്യൂഷൻ.
എക്സാമ്പിൾ 7x minus 15y is equal to x plus 2y is equal to 3. ഇത് രണ്ട് ഇക്വേഷൻ തന്നു എഴുതാം. ഇത് 1, അതൊരു എ എന്ന് കൊടുക്കുക. ഇത് 1 അല്ല, എ ബി. അതെ, ഇവിടെ എക്സിന്റെ വാല്യൂ ഫ്രം ബി. ഈ 2y എപ്പുറത്തേക്ക് എടുക്കുക. 3 ഒരു ഈക്വൽ ടു സൈൻ്റെ ഒരു വശത്തേക്ക് മാറ്റിയാൽ ഓപ്പോസിറ്റ് സൈഡിൽ വരും. 3 മൈനസ് 2y അതിന് സി എന്ന് കൊടുക്കും. ഇനി പുട്ട് വാല്യൂ ഓഫ് എക്സ് ഇൻ സി ഇൻ എ. ഈ എയിലെ സിയിലെ വാല്യൂ, എക്സിൻ്റെ വാല്യൂ ഇവിടെ കൊടുക്കും. 7 ഇൻറ്റു 3 മൈനസ് 2y മൈനസ് 15y ഇസ് ഈക്വൽ ടു 2. ഇവിടെ ഈ എക്സിൻ്റെ വാല്യൂ ഇവിടെ കൊടുക്കരുത്. അപ്പോൾ 7 ഇൻറ്റു 3 മൈനസ് 2y. ഇനി എക്സ് വേണ്ട, y ആവും. 7 into 3 21 minus 14y minus 15y is equal to 2. 21 minus 14y minus 15y minus 29y is equal to 2. Minus 29y is equal to 2 minus 21 equals 19. Minus 19. Y minus 19 by 29. Yയുടെ വാല്യൂ ആണ് മൈനസ് 99 മൈനസ് 29 എന്ന് പറഞ്ഞാൽ 19/29. Yയുടെ വാല്യൂ ആ വാല്യൂ ഇവിടെ കൊടുക്കുക. X is equal to 3 minus 2 into 19/29 is equal to 3 minus 38 by 29 equals 29 into 3 87 minus 38 by 29. ഈ 29 3 കൊണ്ട് ഗുണിക്കുക, കിട്ടുന്നതിനുമായി 38 കുറയ്ക്കുക. 49 by 29. ഇതാണ് എക്സിൻ്റെ വാല്യൂ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടി, വൈൻ്റെ വാല്യൂ കിട്ടി. ഇതാണ് ഓൾജിബ്രൈക് മെത്തേഡിൽ ഒരെണ്ണം. Solve the following pair of linear equations by the substitution method. 1. X plus y is equal to 40. X minus 4. X minus y is equal to 4. X plus y is equal to 40. X minus y is equal to 4. രണ്ടെണ്ണം A, B. ഇവിടെ ഒന്നെങ്കിൽ എക്സിൻ്റെ വാല്യൂ അല്ലെങ്കിൽ വൈൻ്റെ വാല്യൂ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ വൈൻ്റെ വാല്യൂ എക്സിൽ കാണാം. അപ്പോൾ മൈനസ് വൈ ഇസ് ഈക്വൽ ടു 4 മൈനസ് എക്സ്. എക്സിനെ മാത്രമേ ഫ്രം ബി മൈനസ് വൈ എക്സ് ഇങ്ങോട്ട് മാറ്റി 4 മൈനസ് ഏതെങ്കിലും ഒരു ടൈം മാത്രം ഈ ഈക്വൽ ടു സൈൻ്റെ ഒരു വശത്തേക്ക് മാറ്റിയാൽ
അത് നെഗറ്റീവ് ആവും. അതിൻ്റെ ഇവിടെ നെഗറ്റീവ് ആയിട്ട് ഇവിടെ പോസിറ്റീവ് ആവും, ഇവിടെ പോസിറ്റീവ് ആയിട്ട് ഇവിടെ നെഗറ്റീവ് ആവും. അപ്പോൾ 4 - x -y. അപ്പോൾ y എന്ന് പറഞ്ഞാൽ ഇത് തിരിച്ചിട്ടാകും, ഇതിൻ്റെ ഓപ്പോസിറ്റ് x - 4. അപ്പോൾ y-ന് പകരം ഇത് c എന്ന് കൊടുക്കും. Put value of y in 1 അല്ലെങ്കിൽ x plus y-യുടെ വാല്യൂ കൊടുത്താൽ x - 4 equal to 40. 2x - 4 is equal to 40. അപ്പോൾ 2x -4 പുറത്ത് കൊണ്ടുപോയി plus 4. 2x is equal to 18. x is equal to 18/2, 9. x-ന്റെ വാല്യൂ കിട്ടി 9. ആ വാല്യൂ ഒന്നാമത്തെ കൊടുക്കുക. 9 plus y is equal to 14. അപ്പോൾ y 14 minus 9 5. x 9 y 5. നോക്കാം. 9 plus 5 14. 9 minus 5 4. രണ്ടെണ്ണം കറക്റ്റാണ്. അപ്പോൾ ഇതിനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഒരു വേരിയബിളിൻ്റെ വാല്യൂ അടുത്ത മറ്റേ ഒരു ഇക്വേഷന് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിളിനെ അങ്ങ് ഒഴിവാക്കും. ഇപ്പോൾ എക്സും വൈയും ആണെങ്കിൽ വൈയുടെ വില എക്സ് കണ്ടുകഴിഞ്ഞാൽ എക്സ് മാത്രമായി മാറും. അപ്പോൾ 1 വേരിയബിൾ പോളിനോമിയലാവും. 1 വേരിയബിൾ പോളിനോമിയലായി കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട്. മോണോമിയലായി മാറും. ഇനി അടുത്തത് 3x minus y is equal to 3. 9x minus 3y is equal to 9. നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇതിന് വാല്യൂ കിട്ടണം നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ വാല്യൂ കിട്ടിയില്ല എന്ന് വരും. ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. -y ഇത് a ഇത് b. From a minus y is equal to 3 minus 3x. y 3x minus 3 ഇത് തിരിച്ചിട്ടാണ്. ഇപ്പം നെഗറ്റീവ് പോസിറ്റീവ് ആവും. ഇത് 3x കുറച്ചാൽ എന്താണ് കിട്ടുന്നത്? അതിൻ്റെ വിപരീത ചിഹ്നമായിരിക്കും. 3x-ന് 3 കുറയ്ക്കുമ്പോൾ അപ്പോൾ -y എന്നുള്ളത് +y. y is equal to 3x minus c കൊടുക്കുക. ഈ വാല്യൂ ഒന്നാമത്തേക്ക് കൊടുക്കുക. 3x minus 3 equals 3. 3x minus 3 is equal to 3. 3x minus 3x plus 3 is equal to 3. 3xും 3xും പോയി 3 equal to 3 എന്ന് പറഞ്ഞാൽ വാല്യൂ കിട്ടില്ല. ഇതിന് വാല്യൂ ഇൻഫിനിറ്റ് ആവും. ഏത് വാല്യൂവിന് എക്സിനും തരാം. അപ്പോൾ ഇങ്ങനെ ഒരു എക്സും വൈയും ഇല്ലാത്ത ഒരു ആൻസർ കിട്ടിയെങ്കിൽ അതിനർത്ഥം ഇത് രണ്ടിനും സൊല്യൂഷൻ ഇല്ല. അത് സൊല്യൂഷൻ ഇല്ല എന്നല്ല, ഒരു സൊല്യൂഷൻ കിട്ടില്ല, ഇൻഫിനിറ്റ് സൊല്യൂഷൻ കിട്ടും. അപ്പോൾ രണ്ടിനും ഒന്ന് പോകും. എക്സിന് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ വൈയുടെ വാല്യൂ പോകും. അപ്പോൾ ഇൻഫിനിറ്റ് സൊല്യൂഷൻ കൊടുത്താൽ മതി. Next, 2x plus 3y is equal to 11. 2x minus 4y is equal to minus 24.
and hence find the value of m for which m ന്റെ വാല്യൂ ആണ്. m is y is equal to mx plus 3. അപ്പോൾ വാല്യൂ y ന്റെ വാല്യൂ കണ്ട് m ന്റെ വാല്യൂ കണ്ടുപിടിക്കണം. x ന്റെ വാല്യൂ കണ്ടാൽ ഇതിന്റെ വാല്യൂ കിട്ടും. അപ്പോൾ 2x plus 3y 11, 2x minus 4y minus 24. ഒന്നാമത്തെ എടുക്കാം. A, B. From A, 3y is equal to 11 minus 2x. Y is equal to 11 minus 2x by 3. ആ വാല്യൂ ഇവിടെ കൊടുക്കാം. 2x minus 4 into 11 minus 2x by 3 equals minus 24. Two x minus 4 into ഈ ഡിനോമിനേറ്റർ 3 ഒഴിവാക്കുക, മൊത്തം 3 കൊണ്ട് ഗുണിക്കുക. 6x minus 4 into 11 minus 2x equals 3 into 24 minus 72. 6x minus 4 into 11 minus 2x is equal to minus 72. 6x minus 44 minus into minus plus 8x equals minus 72. 6x plus 8x 14x. 14x minus 44 is equal to minus 72. അപ്പോൾ 14x equals minus 72 plus minus 44 upper table plus 44. 14x equals 72 44 negative ഒന്ന് പോസിറ്റീവ്. അപ്പോൾ 72 ന് 44 കുറയ്ക്കണം. 28 is equal to 28 minus ഇത് വലുതായിരുന്നു. 14x minus 28. x is equal to minus 28 by 40 minus 2. x ന്റെ വാല്യൂ minus 2 കിട്ടി. അത് ഏതിന് വേണമെങ്കിലും ഉപയോഗിക്കാം. ഒന്നിൽ ഉപയോഗിച്ചു, എയിൽ ഉപയോഗിച്ചു എന്ന് എഴുതാം. In A 2 into minus 2 plus 3y is equal to 11. Minus 4 plus 3y is equal to 11. So 3y 11 plus 4 15. Y 15 by 3 is equal to 5. Y യുടെ വാല്യൂ 5, x ന്റെ വാല്യൂ -2. അപ്പോൾ y is equal to mx. Y is equal to mx plus 3 കാണാനാണ്. Find the value of m for which y is equal to mx plus 3. Y 5. Mx m into -2 plus 3. 5 equals minus 2m plus 3. അപ്പോൾ -2m ഇപ്പുറത്തേക്ക് എടുക്കുക, 5 അപ്പുറത്തേക്ക് ഉണ്ട്. അപ്പോൾ 2m വരുമ്പോൾ പോസിറ്റീവ് 2 ആവും. 5 അവിടെ പോരുമ്പോൾ -5 ആവും. -2. 2m is equal to -2. m is equal to -2 by 2 -1. പേയ്മെന്റ് വാല്യൂ ഉണ്ട്.
From the pair of linear equations for the following problem, find the solution by substitution method. The difference between two numbers is 26 and one number is 3 times the other. Find them. Now let the numbers be x and y. Difference between two numbers x minus y is equal to 26. One number is 3 times the other. Y is equal to 3x. Find them. This number is x minus y 26, y is equal to 3x. B A. Use B in A. ഈ വൈയുടെ വാല്യൂ എ കൊടുക്കുക. എക്സ് മൈനസ് 3x is equal to 26. x minus 2x minus 2x 26. x 26 by minus 2 minus 30. ഒന്ന് കിട്ടി. x minus 30. അപ്പോൾ മൈനസ് 30 ഒന്നിൽ കൊടുത്താൽ മൈനസ് y is equal to 26. മൈനസ് 13 മൈനസ് 26 ഇപ്പുറത്ത് മൈനസ് 26. y അപ്പുറത്തേക്ക് പോയാൽ y മൈനസ് 39 is equal to y. അപ്പോൾ വൈയുടെ വാല്യൂ മൈനസ് 39, എക്സിൻ്റെ വാല്യൂ മൈനസ് 30. ഇത് രണ്ടും റെഡി ആയിരിക്കും. മൈനസ് 13 മൈനസ് 30 മൈനസ് ഓഫ് മൈനസ് 39 പറഞ്ഞാൽ മൈനസ് 13 പ്ലസ് 39 26. ഇനി മൈനസ് 39 is equal to 3 into മൈനസ് 30. രണ്ടും കറക്റ്റാണ്. ഇനി രണ്ടാമത് നിങ്ങൾക്ക് തന്നെ ചെയ്യാം. പേജ് 53. The larger of two supplementary angles exceeds the smaller by 18 degrees. The larger of two supplementary angles exceeds the smaller by 18 degrees. Find the അത് സ്വയമായിട്ട് നമുക്ക് കണ്ടുപിടിക്കും. ഇനി അടുത്തത് the coach of a cricket team buys 7 bats and 6 balls for rupees 3,800. She buys 3 bats and 5 balls for rupees 1,150. Find the cost of each bat and each ball. Let x be the price of a bat, y be the price of a ball. എക്സിന് ബാറ്റിന് എക്സും ബോളിന് വൈയും ആണ് കിട്ടുക. കോച്ച് ഓഫ് ക്രിക്കറ്റ് ടീം ഓഫ് 7 bats 7x plus 6 balls 6y equals 3,800. She buys 3 bats plus 5 balls cost 1,750. That will be. Find the cost of each bat and each ball.
എന്നൊന്നും എടുക്കുക. അപ്പോൾ ഒന്നാമത്തെ എടുത്തൊന്നും എഴുതുക. എ 7x 6y ഈക്വൽസ് 3800 minus 7x. Y is equal to 3800 minus 7x by 6. ഈ വാല്യൂ യു സി 6y 3800 minus 7x, y is equal to 3800 minus 7x by 6. അത് ഡിയിൽ യൂസ് ചെയ്യാം. 3x plus 5 into 3800 minus 7x by 6 equals 1750. Three x plus 5 into ആദ്യം 6 ഒഴിവാക്കുക. 6 കൊണ്ട് എല്ലാത്തിനും കിട്ടും. 6 into 3x 18x plus ഇവിടെ 5 into 3800 minus 7x equals 6 into 1750 എന്ന് പറഞ്ഞാൽ 18x പ്ലസ് ഇതൊന്ന് വിളിക്കുക. മൈനസ് 35x 5 equals 6 into this 10,500. 18x minus 35x minus 17x equals minus 17x plus 19,000 equals 10,500. Minus 17x equals 10,500 minus 19,000. അപ്പോൾ 17x നെഗറ്റീവ് പോസിറ്റീവ് ആക്കിയാൽ തിരിയും. 90,000 മൈനസ് 10,500. 19,000 നിന്നും 10,500 കുറയ്ക്കുക. ഇത് 8,500 ആവും. അതാണ് 17x. അപ്പോൾ എക്സ് 8,500 ഡിവൈഡ് ബൈ 17. എക്സ് 8,500 ഡിവൈഡ് ബൈ 17. 500. എക്സിൻ്റെ വാല്യൂ 500. അതായത് നിങ്ങൾ ഇക്വേഷൻ ഉപയോഗിക്കുക. Seven x plus 6y is equal to 3,800. ഈ വാല്യൂ ഇവിടെ കൊടുക്കുക. 7 into 500 plus 6y 3,800. 3,500 plus 6y is equal to 3,800. അപ്പോൾ 6y equals 3,800 minus 3,500 means 300.
y 300 by 6 50. Price of a bat 500, price of a ball 50. Next, the taxi charges in a city consists of a fixed charge together with a charge for the distance covered. For a distance 10 km, charge paid is 105. For a journey of 50 km, charge paid is 155. We have fixed. What are the fixed charges and the charge per kilometer? How many does a person to pay for travel distance of 25 km? തന്നെ ചെയ്ത് നോക്കാം. നാലാമത്തെ. A fraction becomes 9 by 11 if 2 is added to both the numerator and denominator. If 3 is added to both numerator and denominator, it becomes 5 by 6. Find the fraction. So, let the fraction is x by y. Numerator x, denominator y. If 2 is added to both numerator and denominator, a fraction becomes 9 by 11. 2 plus x by 2 plus y is equal to 9 by 11. Yeah. If 3 is added to both numerator and denominator, it becomes 3 plus x by 3 plus y. It becomes 5 by 6. This is B. Find the fraction. X ഉം y ഉം എന്താണ്? ആദ്യം A എടുക്കുക. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 11 into 2 plus x equals 9 into 2 plus 1. 22 into 11x, 22 plus 11x equals 18 plus 9y. Eleven x is equal to 11x plus minus 9 by 22 അങ്ങോട്ട് എടുക്കുക 18 minus 22. 22 ഇവിടെ മൈനസ് ആവും 9 by ഇവിടെ വരുമ്പോൾ മൈനസ് ആവും 11x minus 9y is equal to 18 22 ആയ minus 4. അത് a. ഇനി രണ്ടാമത്തെ 5 into 6 into 3 plus x equals 5 into 3 plus y. This is C. 1 rule. 6 into 3 18. 18 plus 6x equals 15 plus 5y. 5y not. 6x minus 5y equals 50 minus 18. 18 ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ മൈനസ് ആവും 5y ഇപ്പുറത്തേക്ക് മൈനസ് ആവും 6x minus 5y is equal to minus 3. അത് 2. 11x minus 9 by 4. 6x minus 5y 3 minus 3. അത് മാത്രമേ എടുക്കൂ 11x minus 9y is equal to minus 4. 6x minus 5y is equal to minus 3. ഇത് രണ്ടുമാണ്. ഇപ്പോൾ നോർമൽ ഫോമിലേക്ക് വന്നത്. ഇപ്പോൾ ഒന്നാമത് minus 9y equals minus 4 minus 11x. Minus 9y is minus 4 minus x. അപ്പോൾ ഇത് വെറും 9y പോസിറ്റീവ് ആക്കി
അപ്പോൾ ഇത് പോസിറ്റീവ് ആണ്. 4 പ്ലസ് 11x y 4 പ്ലസ് 11x ബൈ 9 ഇത് 3 ഇത് 1 ഇത് 2 വൈയുടെ വാല്യൂ കിട്ടി. ആ വൈയുടെ വാല്യൂ ഒന്നിൽ എടുക്കുക, 2 കൊടുക്കുക. സിക്സ് എക്സ് പ്ലസ് മൈനസ് 5 into 4 plus 11x by 9 equals minus 3. Six x minus 9 കൊണ്ട് മൊത്തം ഗുണിക്കാം, 9 ഒഴിവാക്കാം. 9 into 54x minus 5 into 4 plus 11x equals minus 27. ഇവിടെ 9 കൊണ്ട് ഗുണിച്ചാൽ 54x ആവും. ഇവിടെ 9 കൊണ്ട് ഇത് ക്യാൻസൽ ആവുമ്പോൾ മുകളിലത്തെ മാത്രം വരും. 9 കൊണ്ട് ഗുണിച്ചാൽ minus 27. 54x minus 5 into 4 20 minus into minus minus 55x equals minus 27. 54x minus 55x 54x minus 55x minus x minus 20 equals minus 27. അപ്പോൾ x plus 24 പോസിറ്റീവ് ആയി 27. x equal to 7. ആ എക്സിന്റെ വാല്യൂ ഇവിടെ 3 കൊടുത്താൽ വൈയുടെ വാല്യൂ y equals 4 plus 11 into 7 by 9. 4 plus 77 by 9. 81 by 9 is equal to 9. Y value 9, x in the value 7. Therefore, fraction is 7 by 9. Done. അല്ലേ? ഇവിടെ 2 കൊടുത്താൽ 9 ആവും, ഇവിടെ 2 കൊടുത്താൽ 11 ആവും. അപ്പോൾ 9 by 11. 3 ആഡ് ചെയ്താൽ ഇത് 10 ആവും, ഇത് 12 ആവും. 10 by 12 എന്ന് പറഞ്ഞാൽ അത് ചെറുതാക്കിയ 5 by 6. അടുത്തത് 5 years, hence the age of Jacob will be 3 times that of his son. 5 years ago, Jacob age is 7 times that of his son. What are the percentages? Right, let's present ages of age of Jacob x, his son y. ഇപ്പോഴത്തെ ഏജ് ജേക്കബിൻ്റെ എക്സും സണ്ണിൻ്റെ y ആണ് നമുക്കില്ല. 5 years, after 5 years, after 5 years, Jacob has x plus 5, son y plus 5. 5 വർഷം കഴിഞ്ഞ് ജേക്കബിന് x plus 5 ആവും, സണ്ണിന് y plus 5 ആവും. അത് തമ്മിലുള്ള റിലേഷനാണ് 3 times that of his son. അപ്പോൾ x plus 5 is equal to 3 into y plus 5. അത് 1. ഇനി 5 years ago, Jacob x minus 5, son y minus 5. അതൊരു റിലേഷൻ
7 times that of is 1. X minus y is equal to 7 into y minus y. അത് 2. ഈ രണ്ട് ഇക്വേഷൻ മതി. x plus y 3 into y plus y, x minus y 7 into y minus y. ഒന്നാമത്തെ എടുക്കാം. x plus 5 equals 3y plus 15. അപ്പോൾ x 3y plus 50 minus 5, 3y plus 10. Xന്റെ വാല്യൂ 3y plus 10, 3. അത് രണ്ടിൽ യൂസ് ചെയ്യാം. 3y minus plus 10, 3y plus 10 minus 5 is equal to 7 into y minus 5. Three y plus 5 equals 7y minus 35. Three y എങ്ങോട്ട് എടുക്കാം, 35 എങ്ങോട്ട് എടുക്കാം. അപ്പോൾ 35 plus 5 equals 7y minus 3y. 3y ഇവിടെ പോകുമ്പോൾ ഏറ്റവും മൈനസ് 30 എപ്പോൾ വരുമ്പോൾ പോസിറ്റീവ് 35 ആവും. അപ്പോൾ 40 equals 4y. y equals 10. സണ്ണിന്റെ വാല്യൂ, സൺ 10 years old. ആ വാല്യൂ ഇവിടെ എവിടെയാണ് കൊടുത്താൽ x 3y plus 10. അപ്പോൾ x is equal to 3 into 10 plus 10. 30 plus 10 is equal to 40. Age of Jacob 40, age of his son 10. അപ്പോൾ 5 years കഴിഞ്ഞാൽ 40, 45 ആവും, 10, 15 ആവും. 3 times. 7 years before ആണെങ്കിൽ 40, 33 ആവും, സണ്ണിന് 3 ആവും, 11 times. അപ്പോൾ ഇങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ചെയ്യുന്നത്. ഇനി അടുത്തതാണ് എലിമിനേഷൻ മെത്തേഡ്. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ സംഖ്യയൊക്കെ വളരെ അധികമാണെന്ന് കരുതുക. എക്സിൻ്റെ വൈൻ്റെ വാല്യൂ തന്നിരിക്കുന്ന സംഖ്യകളൊക്കെ വലുതാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കുറേ സ്റ്റെപ്പുകൾ ഉണ്ടാവും, അത് നമുക്ക് ബുദ്ധിമുട്ടാവും. അതിനാണ് എലിമിനേഷൻ, അതിനുള്ള എളുപ്പമുള്ള വഴിയാണ് എലിമിനേഷൻ മെത്തേഡ്. എലിമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിവാക്കുക. എലിമിനേഷൻ മെത്തേഡ് ഏതെങ്കിലും ഒരു വേരിയബിളിൻ്റെ വില കളയുക, ഒരു വേരിയബിളിനെ അതിന് ഒഴിവാക്കുക. ഇപ്പോഴും ചെയ്യുന്ന എലിമിനേഷൻ തന്നെയാണ്. വൈയുടെ വാല്യൂ എക്സിലെ വൈൻ്റെ വാല്യൂ എക്സിലായിക്കൊണ്ട് കൊടുക്കുമ്പോൾ ഒരു വേരിയബിൾ അങ്ങ് ഒരു വേരിയബിൾ ആവില്ലേ. ഇനി കുറച്ചുകൂടെ ഈസി മെത്തേഡിൽ എലിമിനേറ്റ് ചെയ്യും.